ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇക്കയും പെങ്ങന്മാരും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. ലൈവിൽ ഇപ്പൊ അതായിരുന്നു സംസാരം. ഇവർ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. ആദിലയും ഷാനവാസും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. അപ്പൊ അവര് ഇക്കയെ സ്ത്രീവിരുദ്ധനായിട്ട് ചിത്രീകരിച്ചിരുന്നത്. ഷാനവാസ് സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞ് ആദിലയും നൂറയും സംസാരിച്ചിരുന്നത് നമ്മൾ ലൈവിൽ കണ്ടപ്പോൾ അന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ലാലേട്ടൻ എടുത്ത് ചോദിച്ചു. അതിന് പിന്നാലെ ഷാനവാസ് അതിലെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് പ്രതിഷേധമുണ്ട്, വിഷമമുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും എന്നെ പറ്റി പറയാൻ പാടില്ലായിരുന്നു, ആര് പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതില് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇക്കയുടെ ആ ഏജ് ഗ്രൂപ്പിന്റെ ആണ്, ജനറേഷന്റെ ആണ്, ഇക്ക ബേസിക്കലി ഒരു പാവം മനുഷ്യൻ തന്നെയാണ്, പക്ഷെ ഇക്കയെ തിരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്ന് അതിലെ പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസിന്റെ അടുത്ത് തിരുത്താനായിട്ടാണ് അതിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത്. എന്നൊക്കെ പറഞ്ഞ് അതിലെ അത് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പിണങ്ങി എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ബോംബ് ഷാനവാസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഷാനവാസ് ഒരു ബോംബ് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു ബ്രഹ്മാസ്ത്രം കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിലെ നൂറ് എന്തോ ഒരു കാര്യം പറഞ്ഞത് അത് ഷാനവാസ് മനസ്സിൽ കൊണ്ട് നടപ്പുണ്ട്. അത് ആ ഒരു അന്തിച്ചർച്ച ഉണ്ടല്ലോ, അന്ന് പാതിരാത്രി ഫുൾ നീണ്ടു നിന്ന ഒരു ചർച്ച ഉണ്ടല്ലോ, ആ സമയത്ത് ആദിലോ നൂറോ ആരോ എന്തോ ഒരു കാര്യം പറഞ്ഞതാണ് ഷാനവാസ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അത് ഷാനവാസ് ഈ ആഴ്ച പൊട്ടിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. നോമിനേഷനിൽ എവിടെയെങ്കിലും അത് ഷാനവാസ് പൊട്ടിക്കുന്നതായിരിക്കും. അത് അതിലിപ്പോ നൂറയുടെ അടുത്ത് അത് പറയുന്നുണ്ട്, ലൈവിനകത്തിരുന്ന് അനുമോളുടെ അടുത്തും പറയുന്നുണ്ട്. ആ ഒരു കേസ് അതെന്താണ് ഏതാണെന്നുള്ളതൊന്നും ഷാനവാസ് റിവീൽ ചെയ്തിട്ടില്ല. അത് ഞാൻ അന്ന് പറയാതിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഞാൻ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഇവരുമായിട്ട് തെറ്റുന്നുണ്ട്, പാടെ തെറ്റുന്നുണ്ട്. ഇതാണ് സംഭവം. അതില ഷാനവാസുമായിട്ട് തെറ്റും എനിക്ക് ഓൾറെഡി ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് ആ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് രീതിയിൽ പോകുന്ന ആളുകളാണ്, ആദിലയും ഷാനവാസും. നൂറയ്ക്ക് പിന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഷാനവാസിന്റെ അടുത്ത്. പക്ഷെ ആദില ഒരു രീതിയിലും യോജിച്ചു പോവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് നമുക്ക് കണ്ടറിയാം. ഈ നോമിനേഷനോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ എന്താണ് ഷാനവാസ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാവും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും